കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നിധിയും നികേഷും കൂടെ പുറത്ത് പോയി വരികയാണ്. ആ സമയത്ത് സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോയി വന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ പോയി വന്നു എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് ഡ്രസ്സ് ഇല്ലല്ലോ, അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാനും വേണ്ടിയിട്ട് പോയതാണെന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ ബസ്സിനാണ് പോയിരുന്നതെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയണേ, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാ ബസ്സിനൊക്കെ പോയത്, ഞാനിവിടെ ഉള്ളപ്പോൾ എന്ന് പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി എന്ന് പറയാണ്. അങ്ങനെ എന്തൊക്കെ എടുത്തു എന്ന് ചോദിക്കുകയാണ് നിധിയോട് സുധീഷ് ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷ് ഒരു കവർ എടുത്തുകൊണ്ട് അതിൽ നിന്നും ഒരു ഷർട്ട് എടുത്ത് കാണിക്കുകയാണ്. നികേഷ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ഷർട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ്. അത് വാങ്ങിക്കുകയാണ് സുഭാഷ് അത് വാങ്ങിച്ചതിന് ശേഷം അത് നോക്കുന്ന സമയത്ത് അതിൻ്റെ വില 1500 രൂപയായിരിക്കും. അപ്പോൾ സുഭാഷ് പറയും, ഇത്രയും വിലപിടിപ്പുള്ള ഷർട്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഇത് നല്ല ബ്രാൻഡഡ് ഷർട്ടാണ് സുഭാഷ് ഏട്ടാ എന്ന് പറയണമെങ്കിലും ഇത്രയും കൂടുതൽ പൈസ കൊടുത്തൊരു ഷർട്ടൊക്കെ വാങ്ങിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, ഇത് ഏറ്റവും നല്ലതാണ് സുഭാഷ് ഏട്ടാ എന്ന് പറയുകയാണ്. അങ്ങനെ സുഭാഷിന് നിധി ഒരു ഷർട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷിന് നിധി ആ ഷർട്ട് കൊടുത്തതിന് ശേഷം സുഭാഷ് ആ ഷർട്ടെല്ലാം നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് സുഭാഷിന് ആ ഷർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിധി ചോദിക്കും, എങ്ങനെ സുഭാഷ് ഏട്ടന് ഷർട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, മോളെടുത്തതല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ സുഭാഷ് അത് ഷർട്ടിൻ്റെ വില നോക്കുന്ന സമയത്ത് ആ ഷർട്ടിന് 1000 രൂപയായിരിക്കും. അപ്പോൾ സുഭാഷ് പറയും, എന്തിനാ ഇത്രയും വില കൂടിയ ഷർട്ട്, എനിക്ക് ഈ പൈസയുണ്ടെങ്കിൽ എനിക്കൊരു 4 ഷർട്ട് എടുക്കാം എന്ന് പറയണേ. എനിക്ക് ഇത്രയും പുതിയ ഷർട്ടൊന്നും വേണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എന്തെങ്കിലും വിഷുവിനോ ഓണത്തിനൊക്കെ ഇത് ധരിക്കാമല്ലോ, എപ്പോഴും സുഭാഷ് ഏട്ടൻ ഇവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്യാറ്, സുഭാഷ് ഏട്ടന് നല്ലൊരു ഷർട്ട് എടുക്കാറില്ലല്ലോ. അപ്പോൾ സുഭാഷ് ഏട്ടന് ഈ ഷർട്ട് ഇരിക്കട്ടെ എന്ന് പറയണം. ഇങ്ങനെ സുഭാഷിന് ഷർട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഹരീഷിനാണ് ഷർട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഷർട്ട് കൊടുക്കുന്ന സമയത്ത് ഹരീഷ് പറയും, ഏട്ടത്തി നല്ല രസമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ ചോദിക്കുകയാണ്. ആ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരൻ വരുമ്പോൾ ഭാസ്കരനും നിധി ഷർട്ടും തുണിയും എടുത്ത് കൊടുക്കുകയാണ്. ഇത് അച്ഛനക്കുള്ള ഷർട്ടാണെന്ന് പറയുകയാണ് നിധി. അപ്പോൾ എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് ഷർട്ടൊക്കെ എടുക്കാനെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയണേ, എനിക്ക് ഓഫീസിൽ ജോലി കിട്ടിയില്ല, അപ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തതാണെന്ന് പറയുകയാണ്. അങ്ങനെ ഭാസ്കരൻ ആ ഡ്രസ്സ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മോള് സെലക്ട് ചെയ്തതല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ അത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നിധി അകത്തോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് സുധീഷ് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് നികേഷിനോട് ചോദിക്കുകയാണ്, എനിക്കെന്തേ ഷർട്ട് എടുത്തില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയും, എടുത്തിട്ടില്ലെന്ന് പറയുകയാണ്. അങ്ങനെ നിധി മുറിയിൽ പോയി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ നിധിയുടെ കയ്യിൽ ഒരു കവറുണ്ടാകും. അപ്പോൾ കവറിൽ നിധിയോട് സുധീഷ് ചോദിക്കും, എന്തേ എനിക്കൊന്നും എടുത്തില്ല, എല്ലാവർക്കും എടുത്തല്ലോ, എന്തേ എനിക്ക് മാത്രം എടുക്കാൻ ഞാൻ ചോദിക്കുകയാണ്. ആ സമയത്ത് നിധിയുടെ കയ്യിലുള്ള കവറ് സുധീഷിന് കൊടുക്കും. അങ്ങനെ സുധീഷ് ആ കവറിലുള്ളത് നോക്കുമ്പോൾ അതിലൊരു ഷർട്ടായിരിക്കും. അങ്ങനെ സുധീഷ് അത് നോക്കുന്ന സമയത്ത് സുധീഷ് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണല്ലോ നിധി സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ നികേഷ് പറയും, അത് ഏട്ടത്തി സെലക്ട് ചെയ്തതല്ല, എല്ലാവർക്കുമുള്ള ഷർട്ട് ഞാനാണ് സെലക്ട് ചെയ്തത്, ഞാനാണ് ഏട്ടത്തിക്ക് പറഞ്ഞു കൊടുത്തതെന്ന് പറയണം. അപ്പോൾ സുധീഷ് ഇങ്ങനെ നികേഷിനെ തുറിച്ച് നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും എല്ലാവരുടെയും ഷർട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.